ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുൻപാണ് ക്രിസ്തുദേവൻ പിറന്നു വീണത്. അതും ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ. ഇന്ന് ആ ബേത്ലഹേം യുദ്ധഭൂമിയാണ്. അവിടെ യുദ്ധം നടക്കുന്ന, പാലസ്തീനിൽ ഇസ്രയേലുമായുള്ള യുദ്ധം നടക്കുന്ന, ഹമാസിനെതിരെയുള്ള യുദ്ധം നടക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. അന്ന് അവിടെ പിറന്നു വീണ യേശുദേവൻ നമുക്ക് തന്ന സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശമാണ്. പാലസ്തീനിൽ മാത്രമല്ല, റഷ്യൻ യുദ്ധം, ഉക്രൈൻ യുദ്ധം നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ പല സംഘർഷങ്ങളുണ്ട്, ചൈനയുമായിട്ട് പല സംഘർഷങ്ങളുണ്ട്. ലോകം മുഴുവൻ സംഘർഷവും ടെൻഷനും യുദ്ധക്കൊതിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് യേശുദേവൻ്റെ സന്ദേശം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ ഒരു സമാധാനവും സന്തോഷവും സ്നേഹവും നൽകാനായിട്ട് നമുക്ക് കഴിയണം. യുദ്ധങ്ങളും വൈരാഗ്യവും ശത്രുതയും കളഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ക്ഷമിക്കാൻ പഠിക്കണം. നിൻ്റെ ശത്രുവിനോട് പോലും ക്ഷമിക്കുക. അപ്പോൾ ക്ഷമ, സ്നേഹം, ഇതൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുദേവൻ നൽകിയ സന്ദേശം ഏറ്റവും പ്രസക്തമാണ്. ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ ലോക ജനതയ്ക്ക് കഴിഞ്ഞാൽ മതം സ്വീകരിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, നല്ല സന്ദേശങ്ങളെ ഉൾക്കൊള്ളുവാനും അതുപോലെ പ്രവർത്തിക്കുവാനും കഴിഞ്ഞാൽ ലോകം എത്ര ശാന്തസുന്ദരമാകും, എത്ര ആനന്ദവും സന്തോഷവും നിറഞ്ഞതാകും. അങ്ങനെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സമയങ്ങളിലേക്ക്, ഒരു കാലത്തേക്ക് നമുക്ക് നീങ്ങാം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നേർന്നുകൊള്ളുന്നു.